നമ്മൾ ഇന്നലെ ആ പെട്ടിയിൽ പാടത്ത് കൊടന്നാക്കിയ കുട്ടികളിൽ ബാക്കിയുള്ള 2 കുട്ടികൾ, ഒരു കുട്ടീനെ അവരെ വളർത്താൻ കൊണ്ടുപോയെന്നാ പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ നിർത്താൻ പറ്റാത്തൊരു സാഹചര്യമായി. നമുക്ക് അനുമതട്ട തരാമെന്ന് പറഞ്ഞ കൂടെടുക്കാൻ എനിക്ക് പോകാൻ പറ്റിയില്ല. സമയമില്ല, ഓടി ഓടി എത്താൻ ഒത്തിരി ദൂരം പോകും. തൽക്കാലം നമ്മളെ വണ്ടിയിൽ വെക്കുന്ന കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണ കൂട്ടിൽ ആക്കിയിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോയി എന്തായാലും ഇന്ന് അമ്മ പ്രശ്നം ഉണ്ടാക്കുന്ന ഉറപ്പായി. വേറെ മാർഗ്ഗമില്ല. അവിടെ 12ഓളം കുട്ടികളായി. ഇവരൊക്കെ വളർന്ന് വലുതാകുമ്പോൾ നമ്മളെ രക്ഷിക്കുന്ന പറഞ്ഞ് ഓരോരുത്തർ വിളിക്കുമ്പോൾ ഇനി കുഞ്ഞുങ്ങളെ കൊണ്ടുപോയില്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളർന്നു വരുമ്പോൾ അത് ഞാൻ മാത്രമാണ് നേരിടുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഒരാൾ തന്നെ എറണാകുളത്തേക്ക് ഒരു ഇക്കാക്ക ഷാജ എന്ന് പറഞ്ഞ ഇക്കാക്ക കൊണ്ടുപോകാന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കും. പിന്നെ ഈ വെളുത്ത കുട്ടി, ഈ കുഞ്ഞിനാണ് നമുക്ക് ഇനി ഒരാൾ വേണ്ടത്. ഇത് ആണോ പെണ്ണോ എന്നുള്ള വേർതിരിവ് കാണിക്കാതെ സ്നേഹിച്ച് വളർത്താൻ പറ്റുന്ന ഒരാൾ ആരെങ്കിലും തയ്യാറാവച്ച ഒരുപാട് ഉപകാരമാണ്. കാരണം നിങ്ങൾ ഈ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ ക്യൂട്ട്നെസ്സും കൗതുകവും കണ്ട് ദയവ് ചെയ്തിട്ട് വിളിക്കരുത്. അവരെ ആജീവനാന്തം വളർന്നാലും ആജീവനാന്തം വളർത്താൻ കഴിയുന്ന